പിണറായി വിജയൻ രാജിവെക്കും, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറും, കെ ശൈലജ പ്രതിപക്ഷ നേതാവാകും. അങ്ങനെയാണിപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആവശ്യം. പക്ഷേ ശൈലജ MLA അല്ല എന്നൊരു പ്രശ്നമുണ്ട്. MLA ആയി ജയിപ്പിച്ച് വീണ്ടും കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ആവശ്യം. പിണറായി വിജയൻ രാജിവെക്കുമോ സാർ? പിണറായി വിജയൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് രാജിവെക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ഏരിയ കമ്മിറ്റികളിലും അതിലും താഴെ എവിടെയെങ്കിലുമൊക്കെ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ശരീരഭാഷയും ഗോവിന്ദൻ്റെ ശരീരഭാഷയും ഇതൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത്. ഇതൊന്നും അവരിതുവരെ അക്നോളജ് ചെയ്തിട്ടില്ല, അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അതെ, അഡ്മിറ്റ് ചെയ്യുന്ന സ്വഭാവം പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന് കുറവാണ്. അതെ, ഈ ഇവർ ഇലക്ഷനിൽ തോറ്റു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഇടയ്ക്ക് ആരോ TV പറയുന്നത് കേട്ടതാണ്. ഇവർ തോറ്റു, പക്ഷേ ഇവർ തോറ്റു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാടെന്ന്. അതാ പ്രശ്നം. അവർ തോറ്റുന്ന അവർ കുറേ കണക്കുകളൊക്കെ പറയും. എന്നിട്ട് ചില കണക്കുകൾ പറഞ്ഞിട്ട് ഇതിൻ്റെ പേഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ സ്ഥലത്ത് ഇത്ര പേഴ്സൻ്റ്, അത് ഈ സ്ഥലത്ത് വേറെ തരത്തിൽ വോട്ട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഞങ്ങൾ പുറകോട്ട് പോയിട്ടുള്ളൂ, ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല, ഞങ്ങളാണ് ഇപ്പോഴും ജയിച്ച പാർട്ടി എന്ന് പറയും. അത് അവരുടെ ഒരു സ്ഥിരം സ്വഭാവം. അത് പിന്നെ പൊതുവെ ഈ മാർക്സിസം എന്ന് പറഞ്ഞാൽ എനി പാർട്ട് ഓഫ് ദ വേൾഡ്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എവിടെയായാലും ബേസിക്കലി അത് ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം ശരി എന്നുള്ളതാണല്ലോ. ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസം ഉണ്ടാവാതിരിക്കുക, ഇതാണ് CPMൻ്റെ മുഖമുദ്ര. അപ്പം അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് ലീഡേഴ്സ് ഒരിക്കലും, ഫാസിസ്റ്റ് ഭരണകർത്താക്കളും ഫാസിസ്റ്റ് ലീഡേഴ്സും ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെഷസ്ക്യൂവിൻ്റെ കഥയില്ലേ, റൊമാനിയ അല്ലേ, ചെഷസ്ക്യൂ തന്നെ അവസാന നിമിഷം വരെ ചെഷസ്ക്യൂ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നു, കോടതിയിൽ അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരുമിച്ച് വരുന്നത്, ഭാര്യയൊക്കെ ഇയാളെ പിടിച്ച് സസ്പെൻഡ് ചെയ്തോളൂ ജഡ്ജി, എന്താ അയാൾ എന്തൊക്കെ പറഞ്ഞതെന്ന്. അതായത് അത്ര പോലും എനിക്കിപ്പോൾ ഭരണമില്ല, ഞാൻ ജയിലിൽ നിന്നാണ് എന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും ഓർക്കാൻ പറ്റാത്തതിൽ തലയ്ക്കും അധികാരത്തിൻ്റെ മത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഈ ഫാസിസ്റ്റുകൾ പൊതുവെ. അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിൻ്റെ അതിലും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി എങ്ങാനും നമ്മൾ പറയില്ലേ, എങ്ങാനും ബിരിയാണി കിട്ടിയെങ്കിലും എന്ന് പറഞ്ഞ പോലെ, ഇനി എങ്ങാനും രാജിവെച്ചാൽ ശൈലജയ്ക്ക് ജയിച്ചു വരാൻ പറ്റിയ സേഫ് സീറ്റ് ഏതാ? അതൊരു വലിയ ചോദ്യമാണ്. വലിയ ചോദ്യമാണ്. പറയാൻ എളുപ്പമാണ് എവിടെ നിന്നെങ്കിലും ജയിച്ചു വന്നുകൂടെയെന്ന്, പക്ഷേ ഒരു സേഫ് സീറ്റ് എന്ന് പറയാനില്ല അവർക്ക്. അത് വല്ലാത്തൊരു ഇഷ്യൂ ആണത്. ഇപ്പോൾ ചാത്തന്നൂർ CPMൻ്റെ പൊതുവെ ഇടതുപക്ഷ ശക്തികളുടെ ശക്തി കേന്ദ്രം വരുന്ന എല്ലാ കാലത്തും അവർ തന്നെ സമ്മതിക്കുന്ന കാര്യം അത്. അപ്പോൾ ഈ ഗോപകുമാർ മത്സരിക്കുന്ന പോലും തമാശ ആയിട്ടാണ്. ഗോപകുമാറിൻ്റെത് A ക്ലാസ് ആയിട്ട് BJP പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തമാശ ആയിരുന്നു അത്. പക്ഷെ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? അപ്പോൾ അതേപോലെ നോക്കുമ്പോൾ ഏത് സീറ്റിൽ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയുള്ളത്? പിന്നെ അവർ തമ്മിലുള്ള ഉൾപ്പോര് ഇത്ര ശക്തമായിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സേഫ് സീറ്റ് കണ്ടുപിടിച്ചു, സേഫ് എന്ന് തോന്നുന്ന ഒരു സീറ്റ് കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. ആ സമയത്ത് ഗ്രൂപ്പിൻ്റെ ഫലമായിട്ട് അവിടെ പാലം വലിച്ചാലോ? എല്ലാ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് ഈ അസംതൃപ്തിയും ലീഡർഷിപ്പിനോടുള്ള പെരുമാറ്റം, അവരുടെ ധാർഷ്ട്യത്തിനോടൊക്കെയുള്ള അസംതൃപ്തി അണികളിൽ ശക്തമായിരിക്കുന്നതിൻ്റെ തെളിവുകളാണ് നമ്മളിത് ഈ കാണേണ്ടത് മുഴുവൻ. ഇപ്പോൾ ഏരിയ കമ്മിറ്റികൾ നടക്കുന്ന വിമർശനങ്ങൾ മുഴുവൻ എല്ലാ സ്ഥലത്തും. ഇപ്പോൾ കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിര കളി കളിപ്പിച്ച സ്ഥലമാണ് പാറശാല. അവിടുത്തെ ഏരിയ സെക്രട്ടറി അജയ് കുമാർ അല്ലേ, അദ്ദേഹം പറഞ്ഞു പിണറായിയുടെ ധാർഷ്ട്യമാണ് കാരണം. അപ്പോൾ അന്ന് 3 കൊല്ലം മുമ്പ് കാരണഭൂതൻ പറയുമ്പോൾ ഈ ധാർഷ്ട്യം ഉണ്ടായില്ലേ. അപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു പരാജയം വരുന്ന സമയത്താണ് എതിർപ്പുകാരെല്ലാവരും കൂടി എതിർപ്പും കൊണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് ശൈലജയ്ക്ക് എളുപ്പത്തിൽ ജയിച്ചു വരാൻ പറ്റിയൊരു സീറ്റ് കേരളത്തിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ചെയ്യാവുന്ന, ഇനി എങ്ങാനും ഇങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ചെയ്യാവുന്നത് നിലവിലുള്ള ആരെങ്കിലും LOP ആക്കാം, പ്രതിപക്ഷ നേതാവാക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം അതല്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്വന്തം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ആളാണ്. ഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും അദ്ദേഹം എത്ര വർഷത്തോളം ഇനി പാർട്ടിയെ കയ്യിലെടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ മറ്റൊരാൾക്കൊരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈം ലൈറ്റ് മുഴുവൻ അയാൾക്കല്ലേ.
മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുന്ന, അസംബ്ലിയിൽ നിന്നിട്ട് ചോദ്യം ഉത്തരവൊക്കെ പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവല്ലേ? അതെ. ഇതിൻ്റെ ഒരു പ്രശ്നം പിണറായി വിജയനെ കാത്തിരിക്കുന്നതേ ഉള്ളൂ. ദൈവം സഹായിച്ച് ഇദ്ദേഹത്തിന് സബ്ജക്റ്റ് പഠിച്ചിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളല്ല. ഓൾ ഇന്ത്യ റേഡിയോ ആണ് ആൾ. അതെ. മൈക്യൂറ്റിയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് നടക്കുക. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വേറെ ആരെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തുന്നത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് ധാർഷ്ട്യം കലർത്തിയ വാക്കുകളിൽ കൂടി എന്തെങ്കിലും മറുപടി പ്രതിപക്ഷ നേതാവിന് കൊടുക്കുക എന്നല്ലാതെ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് തോന്നിയിട്ടില്ല. സബ്ജക്റ്റ് അദ്ദേഹത്തിന് പഠിപ്പിച്ച് അതിൻ്റെ ആകത്തുക പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. പക്ഷേ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ അത് പോരല്ലോ. ഫ്ലോർ ഓഫ് ദ ഹൗസിൽ യു ഹാവ് ടു പെർഫോം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. കാരണം അവർക്കൊക്കെ ഒരു സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ആന്റണി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തൊക്കെ, വി എസ് ആയിരിക്കുന്ന കാലത്ത്, ഇ കെ നായനാരായിരുന്ന കാലത്തൊക്കെ അവർക്ക് സ്റ്റേച്ചറുണ്ട്. ഇപ്പോൾ കരുണാകരനോട് എതിരിട്ട് നിന്ന് സംസാരിക്കാനായിട്ട് ഇ കെ നായനാർക്ക് സാധിക്കുമായിരുന്നു അല്ലേ? അതെ. വി എസിനോട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെ എതിർത്ത് സംസാരിക്കാനായിട്ട് വി എസിന് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഇദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ മാറിയ കാലാവസ്ഥയിൽ അദ്ദേഹം ഇനി കപ്പാസിറ്റിയൊക്കെ നേടി വരുമോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കെ ഇല്ല. അപ്പോൾ അതൊരു അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന നല്ല ദിവസങ്ങളല്ല. പിന്നെ പാർട്ടിയിൽ എല്ലായിടത്തും പ്രതിഷേധമല്ലേ? കണ്ണൂർ ജില്ലയിൽ വരെ എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പി ജയരാജനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. അതായത് പിണറായി വെട്ടി നിർത്തിയവരെ എല്ലാം തിരികെ കൊണ്ടുവരാനായിട്ട് ആ ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇപ്പോൾ പി രാജീവിനെതിരായിട്ട് ഭയങ്കര പ്രതിഷേധം വന്നിട്ടുണ്ട്. കെ കെ രാഗേഷിനെ പറ്റിയിട്ട് ഭയങ്കര എതിർപ്പാണ്. അമൂൽ ബേബി എന്നാ വിളിച്ചത്. അതായത് പെട്ടി തൂങ്ങി വന്ന, ഞാൻ ഇന്നലെ കേട്ട ഒരു വാർത്ത ശരിയാണെങ്കിൽ, അലിഗേഷനാണ്, CPM തന്നെ ഒരു എക്സ് CPM കാരൻ്റെ അലിഗേഷനാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പോലും പാർട്ടി പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആകെ വന്നിട്ടുള്ളത് വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചു, അവിടുന്ന് നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയോ എന്തോ ആയിട്ട് പിണറായിയുടെ വിശ്വസ്തനായിട്ട് വരുന്നു, അവിടുന്ന് നേരെ ജില്ലാ സെക്രട്ടറി ആവുന്നു. ഇങ്ങനെ ഒരു സംഭവമാണ് രാകേഷിനായിട്ട് കാര്യം. അപ്പോൾ ഇന്നലെ ഒരാൾ പഴയ CPM കാരനാണ് ചാനൽ ചർച്ചയിൽ പറയേണ്ടായിരുന്നത്, പ്രകാശ് കാരാട്ട് മുമ്പ്, അതായത് പോളിറ്റ് ബ്യൂറോയിൽ വരുന്നതിന് മുമ്പോ ഏതോ കാലത്തൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അത്രേ, ബഹുജന പ്രസ്ഥാനങ്ങളിൽ കൂടി വളർന്നു വന്ന് പാർട്ടി പ്രവർത്തനത്തിൽ കൂടി വളർന്നു വന്ന ആൾക്കാരെ സംഘടനാ നേതൃത്വത്തിൽ വരാൻ പാടുള്ളൂ എന്ന്. പക്ഷെ അവസാനം ഈ പ്രകാശ് കാരാട്ടും വന്നു. അദ്ദേഹത്തിന് SFIയുടെ ബാക്ക്ഗ്രൗണ്ടേ ഉള്ളൂ. അതെ. CPM വേറെന്ത് പൊസിഷൻ അങ്ങനെ വഹിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഡൽഹിയിൽ വല്ല സ്റ്റേറ്റ് സെക്രട്ടറി ആയെന്ന് നമുക്കറിയില്ല, അറിയാൻ പറ്റില്ലല്ലോ, അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ CPM ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ ഗുജറാത്തിൽ CPM ജില്ലാ സെക്രട്ടറി അവിടെയൊക്കെ ഉണ്ടാവും, ജില്ലാ ഓഫീസൊക്കെ ഉണ്ടാവും, പക്ഷെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ കൂടി വളർന്നു വന്ന ആൾക്കാരല്ലാത്തവർ പലരും പല പൊസിഷനിലും വന്നു. എല്ലാവരും ഈ എന്തെന്നാ പറയുക, ചമച്ചകളെന്ന് പറയില്ലേ, അപ്പോൾ സൈക്കോഫൈൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ. അതായത് സഖാവിൻ്റെ ഇന്നലത്തെ പ്രസംഗം നന്നായി, ഇന്നത്തെ നന്നായി, നാളത്തെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് സൈക്കോഫൈൻസ് നടത്തുന്ന ആൾക്കാർ. അപ്പോൾ ആ സംഗതി നടക്കുമ്പോഴാണ് പലരും പൊസിഷനിലെത്തുന്നത്. പല ആൾക്കാരും വിചാരിക്കാത്ത പൊസിഷനിലെത്തുന്നത്. അപ്പോൾ ആ പൊസിഷനിലിരിക്കുന്ന, ഇനി താഴേക്കരയിൽ നിന്ന് വന്നവർ തന്നെ ഉണ്ടെന്നിരിക്കട്ടെ, പൊസിഷനിലിരിക്കുന്ന സമയത്ത് പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയെ തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ തെറിച്ചു പോകും. അതെ. ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലാതായി പോയില്ലേ? അതെ. സുധാകരൻ ഒന്നും ഇല്ലാതായി, അതിൻ്റെ ഇരയായി. എന്നിട്ട് അതിൽ നിന്നാണ് അതിജീവിച്ചു വന്നു. ഇപ്പോൾ അവിടെ നിന്ന് മറ്റേ കുഞ്ഞിരാമനും TK ഗോവിന്ദനും, കുഞ്ഞിരാമനല്ലേ മറ്റേ ആള്, കുഞ്ഞകൃഷ്ണനും ഗോവിന്ദനും, ഇവർ രണ്ടുപേരും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ പുറത്തായവരാ. അപ്പം അതുകൊണ്ട് സൈക്കോഫൻസിന് മാത്രമേ ഈ പാർട്ടിയിൽ സ്ഥാനം. അതെപ്പോഴും ഈ ഫാസിസ്റ്റ് സംഘടനകളിൽ അങ്ങനെയാണ്. ഈ സംഘടനയിലെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് കേൾക്കാനും പറയാനും ഒക്കെ എളുപ്പം, പാർട്ടിക്കാർക്ക് എന്താ പറയുക, ആവേശമൊക്കെ ഉണ്ടാക്കും. ഇത് മാറുക, പകരം ശൈലജ ടീച്ചർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അവർക്ക് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ഇലക്ഷൻ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ പോലത്തെ കാര്യമായിരുന്നു. അതേ പ്രശ്നമാണ് ഇവർക്കുള്ളത്. KC വേണുഗോപാൽ അസംബ്ലിയിലേക്ക് വരണം, ആലപ്പുഴയിൽ വേറൊരു ലോക്സഭ ഇലക്ഷൻ നടത്തണം,
എന്ന് പറഞ്ഞ പോലത്തെ പ്രശ്നമാണ് അവർക്ക്. ധർമ്മടത്ത് കൊണ്ടുവന്നിട്ട് ശൈല ടീച്ചറെ നിർത്താൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇനി ഇങ്ങനെ രാജിവെച്ചാൽ. കാരണം ധർമ്മടത്തിന് ഇദ്ദേഹം വെള്ളം കുടിക്കായിരുന്നു അല്ലേ? എത്ര 7ാമത്തെ റൗണ്ടിലോ കയറി വന്നത്? 6 റൗണ്ടിൽ പുറകിൽ പോയി. 6 റൗണ്ടിൽ പുറകിൽ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ഘട്ടത്തിൽ ഹോപ്പ് പോയി എന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരോ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഹോപ്പ് പോയിരുന്നു എന്നുള്ളത് സത്യം. കാരണം 6 റൗണ്ടിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതിൽ ഹോപ്പ് പോയില്ലേ, ജയിക്കാൻ സാധ്യത അത്ര എളുപ്പമല്ല. പിന്നെ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം. ഇപ്പോൾ രാജഗോപാൽ തോറ്റത് ശശി തരൂരിനോട് 2014 അത്രയും നേരം കയറിയുന്നു പിന്നെ അവസാനം. അപ്പോൾ അതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ അതുപോലെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിലെ ചില ആൾക്കാർക്ക് പിണറായിയുടെ ഈ ധാർഷ്ട്യത്തിനോട്, ഗോവിന്ദൻ്റെ ധാർഷ്ട്യത്തിനോടും വിരോധമുള്ള ആൾക്കാർക്ക് നമ്മൾ പറയല്ലേ താലോലിക്കാനുള്ളൊരാശയം എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് മാത്രമായാലും എനിക്ക് തോന്നുന്നുള്ളൂ. ഇത് പ്രധാനമായിട്ട് 2 കാര്യമാണ്. ഒരിക്കലും ഒരു ഫാസിസ്റ്റ് നേതാവ് തെറ്റ് സമ്മതിക്കില്ല. അതെ, അധികാരം ഒഴിയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി പോലും ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി 1000 കൊല്ലത്തേക്ക് അടിയന്തരാവസ്ഥ ഉണ്ടാവില്ലെന്നോ അങ്ങനെ എന്തോ കാൽപ്പനികമായ വാദത്തിൽ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്ര ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ട്, ഇത്ര ആൾക്കാരെ ക്രൂരമായി മർദ്ദിച്ച്, അനവധി ആൾ ജയിലിൽ കിടന്ന് മരിച്ചതും അതൊക്കെ ചെയ്തത് എനിക്ക് തെറ്റാണെന്ന് ഇന്ദിരാഗാന്ധി അവിടെ തുറന്നുകൊണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ജനതാ പാർട്ടി പവറിൽ നിന്ന് പോയതിന് ശേഷം പിന്നീട് ഇന്ദിരാഗാന്ധി പവറിൽ വന്നല്ലോ. ആ പവറിൽ വന്നതിന് ശേഷമാണ് സഞ്ജയ് ഗാന്ധി മരിക്കുന്നതൊക്കെ. സഞ്ജയ് ഗാന്ധിയുടെ ഒരു ചരമവാർഷികമോ ജന്മദിനമോ എന്തോ ഉണ്ടായിരുന്ന സ്ഥലത്ത് രാജീവ് ഗാന്ധി അന്ന് പ്രൈം മിനിസ്റ്റർ തൃശ്ശൂർ തേക്കക്കാലിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഇരുട്ടിൻ്റെ ദിവസങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ആളാണ് സഞ്ജയ് ഗാന്ധി എന്ന്. അതായത് ജനതാ പാർട്ടിയുടെ ഭരണമാണ് ഇരുട്ടുള്ള ദിവസം വരുന്നതെന്നാണ് പറഞ്ഞത്. അതിനെതിരെ ഫൈറ്റ് ചെയ്ത മഹാനാണ് എൻ്റെ അനിയെന്നാണ് പുള്ളി തൃശ്ശൂർ പ്രസംഗിച്ചത്. അപ്പോൾ അത് ആ ഫാസിസ്റ്റുകളുടെ സ്വഭാവമാണ്. ഒരിക്കലും തെറ്റ് അവർ അഡ്മിറ്റ് ചെയ്യില്ല. അത് പിണറായിയുടെ ഒരു രാജി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.